Hello everyone, welcome back to my channel Relish my life. ഇന്ന് നമുക്ക് കുനാഫ ഡോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് യുഎഇയിലെല്ലാം ഇത് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നാട്ടിലൊന്നും ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തന്നെ പറ്റുള്ളൂ. സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും അതുപോലെ തന്നെ ടിപ്സും ഓൾറെഡി ലിസ്റ്റഡ് ആണ്. നമുക്കിനി നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കാം. മണമുള്ള ഓയിലൊന്നും പറ്റില്ല. ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. നമുക്ക് മിക്സിയിൽ വേണമെങ്കിലും അടിച്ചെടുക്കാം, വ്യത്യാസമൊന്നുമില്ല. ഏതിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. ഇനി ഈ മാവ് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കുനാഫ ഡോ ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഇനി ഇത് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു കുപ്പി, ഇതുപോലെ ഒരു കാലിക്കുപ്പി എടുത്തിട്ട് അതിൽ ഹോൾ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കവറോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കോൺ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ ടിപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് 2 രീതിയിൽ ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്ക് കനം നന്നായിട്ട് കുറഞ്ഞ് കിട്ടുന്നത് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെയാണ്. കുപ്പിയിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ അത്രക്കും തിന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ ഒരു വലിയ ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിലേക്കോ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ വെക്കാനും എല്ലാം നല്ല സൗകര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് തന്നെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ആ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗ് എടുത്ത് അതിൻ്റെ അറ്റം ഒന്ന് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺ റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് കുനാഫ ഡോ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. സ്റ്റവ് ഓൺ ആക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോണിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഏറ്റവും ചെറിയ ഹോളായിരിക്കുമ്പോഴാണ് നമുക്ക് തിന്നായിട്ടുള്ള ഡോ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പതുക്കെ ഇതുപോലെ ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് ഒരു 10 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഇതുപോലെ വിട്ട് വരും. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഉടനെ തന്നെ ഒരു ടവൽ വെച്ചിട്ട് മൂടുക. ഒരു 4-5 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കിട്ടും. മേലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വലിയ പത്തിരി തവ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഒരേ സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വേഗം കഴിയുകയും ചെയ്യും. ആദ്യം നമുക്ക് ഒരുപാട് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 3-4 പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വട്ട ഇട്ടിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ബാക്കി വരുന്ന മാവെല്ലാം ഇതുപോലെ ആക്കിയിട്ടെടുക്കാം.
ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കുനാഫ ഡോ നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുക. എന്നിട്ട് അത് ഫ്രീസറിൽ എത്ര വേണമെങ്കിലും സൂക്ഷിക്കാം. ഇനി അതല്ല നമ്മൾ ഇത് ഉടനെ തന്നെ കുനാഫ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചതിന് ശേഷം മാത്രം എടുക്കാം. ഈ പറഞ്ഞ അളവിൽ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും കുനാഫ ഡോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഒരു കുനാഫ ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് ഇതിൽ. നമ്മുടെ കുനാഫ ഡോ റെഡി ആയിട്ടുണ്ട്. വളരെയധികം തിന്നായിട്ടുള്ള നല്ല ഒരു കുനാഫ ഡോ ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് കുനാഫ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ഞാൻ നാളെ ഇട്ട് തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.